ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു മുട്ട പപ്സ് പോലെ ഉണ്ടാക്കിയാലോ? സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരൽപ്പം മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് 3 മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കിത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള പാനിലേക്ക് ഒരൽപ്പം നെയ്യ് തടവി കൊടുക്കണം. ഇനി ഓരോ ബ്രെഡും ഇതിലേക്ക് മുട്ടയിലേക്ക് മുക്കി ഇതിൽ പാത്രത്തിലേക്ക് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല. എല്ലാ ബ്രെഡും ഇതുപോലെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ മുഴുവനായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം. ഇനി ഫില്ലിംഗ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മുഴുവൻ ഫില്ലിംഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് 4 മുട്ട പുഴുങ്ങി ചെറുതായി കഷ്ണങ്ങളാക്കിയതാണ്. ഇത് മുഴുവനായി നമുക്ക് ഇതിനു മേലെ ഓരോന്നായി വെച്ച് കൊടുക്കണം. ഇനി മുകളിലെ കവറിങ്ങിന് വേണ്ടി നമുക്ക് 2 മുട്ടയിലേക്ക് ഒരൽപ്പം പാലും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ബ്രെഡ് മുട്ടയിലേക്ക് മുക്കി ഇതിൻ്റെ മേലെ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല. മുഴുവൻ ബ്രെഡ് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും. ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇത് വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അടിയിൽ ഒരു പഴയ പാൻ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 30 മിനിറ്റ് കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് തിരിച്ചിട്ടിട്ടും കൂടി 2 മിനിറ്റ് വേവിച്ചെടുക്കണം. നമുക്കിതിന് കട്ട് ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.